ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവവചനം കേൾക്കുവാൻ വലിയവനായ ദൈവം വീണ്ടും നമുക്ക് നമ്മുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ നമുക്ക് അവസരം തന്നു. നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 20-ാമത്തെ വാക്യം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. പ്രതീക്ഷ നശിച്ചതായ ഒരു സാഹചര്യം, പ്രതീക്ഷ നശിച്ചതായ ഒരു കൂട്ടം ആളുകൾ, ആശ നശിച്ചു പോയതായ ഒരു കൂട്ടം ആളുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദൈവത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷ നശിച്ചാണോ നിങ്ങളിരിക്കുന്നത്? ആശയെല്ലാം അറ്റുപോയിട്ടാണോ ഇരിക്കുന്നത്? ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രതീക്ഷ നശിച്ചു പോയി. കാരണം സൂര്യനെയോ നക്ഷത്രങ്ങളെയോ വളരെ നാളായിട്ട് കാണുന്നില്ല, ഒരു പ്രകാശം ലഭിക്കുന്നില്ല, ഒരു സ്നേഹം കിട്ടുന്നില്ല, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ കഴിയുന്നില്ല. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാൻ പറ്റുന്നില്ല, ഒരു പ്രകാശം ജീവിതത്തിൽ ലഭിക്കുന്നില്ല. സൂര്യനെ കാണാനില്ല, കാർമേഘം വന്ന് മൂടിയിരിക്കുകയാണ്. ഭാരവിഷയങ്ങളിങ്ങനെ ജീവിതത്തിലേക്ക് ഒന്നുമാറി വരികയാണ്. അനേക പ്രശ്നങ്ങൾ, അനേക പ്രതിസന്ധികൾ, അനേക രോഗങ്ങൾ, കടബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ, അനേക തരത്തിലുള്ളതായ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്ന് ആഞ്ഞടിച്ച് ഒരു രീതിയിലും മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകാത്ത രീതിയിൽ പിശാച് വഴി അടച്ചു വച്ചിരിക്കുകയാണ്. ആശ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് വലിയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുകയാണ്. അത് കടബാധ്യതയുടെ രീതിയിൽ കൊടുങ്കാറ്റ് വന്ന് അടിക്കുകയാണ്. വലിയ മാരകമായ രോഗങ്ങൾ, ഒരു രീതിയിലും മുൻപോട്ട് പിശാച് വിടുകയില്ല. വാതിലെല്ലാം പിശാച് അടച്ചു വച്ചിരിക്കുകയാണ്. പ്രതീക്ഷ നശിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്നാൽ പ്രതീക്ഷ തരുന്നവനായ ഒരു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. അതാണ് ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷ വർത്തമാനം എന്ന് പറയുന്നത്. നമ്മെ സഹായിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമുക്ക് പുതിയ പാതകൾ തുറന്നു തരുവാൻ, നമുക്കൊരു സമാധാന കാലം തരുവാൻ, നമുക്കൊരു ചിരിയുടെ കാലം തരുവാൻ, നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു കാലം തരുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷ വർത്തമാനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വചനമെന്ന് പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ജീവനുള്ള ദൈവം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി എന്താണ് പറയുന്നത്? ഇപ്പോൾ നമ്മുടെ സൂര്യനെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്, പ്രകാശം ലഭിക്കുന്നില്ല, സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാൻ സാധിക്കുന്നില്ല. അനേക നാളുകളായി ഒരു വെളിച്ചം കിട്ടിയിട്ട്, സൂര്യപ്രകാശം ലഭിച്ചിട്ട് അനേക നാളുകളായി. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു പോയതുപോലെ തോന്നുകയാണ്. കാരണം ഇരുട്ടിൻ്റെ അനുഭവത്തിൽ കൂടിയാണ് പോകുന്നത്. വഴി അറിഞ്ഞുകൂടാ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഏത് വഴിയിൽ കൂടിയാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഒരു വെളിച്ചം കിട്ടുന്നില്ല, സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മോട് പറയുന്നത്? 60-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പ്രത്യാശ തരുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് പുതിയ പ്രതീക്ഷകൾ തരുന്നതാണ്. ഇവിടെ ജീവനുള്ള ദൈവം പറയുകയാണ്, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല എന്ന്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഗോത്രപിതാവായ യാക്കോബിൻ്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചതായ ഒരു ജീവിത സാഹചര്യം വരികയുണ്ടായി. സൂര്യൻ അസ്തമിച്ചു പോയി, ജീവിതം ഇരുണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ജീവിതം ഇരുണ്ടുപോയി എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഈ സൂര്യൻ അസ്തമിച്ചു പോയെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? എൻ്റെ ഭാവി അടഞ്ഞു പോയെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? എൻ്റെ നല്ല കാലങ്ങൾ തീർന്നു പോയെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഇനി എനിക്കൊരു നല്ല ഭാവിയില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്നുണ്ടോ? ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യവചനം നിങ്ങളോട് പറയുകയാണ്, ഇനി നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അസ്തമിക്കാത്ത ഒരു നീതി സൂര്യനുണ്ട്. അവൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ കാണുന്ന ദൈവമാണ്. അവൻ നിങ്ങളുടെ വേദന അറിയുന്ന ദൈവമാണ്. അവൻ നിങ്ങളുടെ അവസ്ഥ അറിയുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അരികത്തേക്ക് വരുന്ന ദൈവമാണ്. നിങ്ങൾ ആ നീതി സൂര്യൻ്റെ ആ പൊൻ ശോഭയിലേക്ക് നിങ്ങളിപ്പോൾ കണ്ണുയർത്തി നോക്കുമോ?
നിങ്ങൾ നിരാശപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അസ്തമിക്കാത്ത ഒരു നീതി സൂര്യനായ ജീവനുള്ള ക്രിസ്തു ജീവിക്കുന്നുണ്ട്. അവൻ നിങ്ങളെ സഹായിക്കുന്നവനാണ്, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. അവൻ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി അവൻ്റെ ആ പരിശുദ്ധ രക്തവും കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവനാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ നീതി സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കുക പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അസ്തമിക്കാത്തൊരു സൂര്യനുണ്ട്. ഈ ഭൂമിയിലെ സൂര്യൻ ഒരുപക്ഷെ അസ്തമിച്ചു പോയേക്കാം. ഈ ഭൂമിയിലെ സഹായക ഹസ്തങ്ങൾ ഒരുപക്ഷെ തക്ക സമയത്ത് നമ്മൾ സഹായിച്ചില്ല എന്ന് വന്നേക്കാം. ഇത് ഭൂമി, പർവ്വതങ്ങൾ മാറിപ്പോകും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മാറുകയില്ല എന്ന് വിചാരിച്ച ചില പർവ്വതങ്ങളും കുന്നുകളും നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോയി എന്ന് വന്നേക്കാം പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരിക്കലും മാറാത്തവനായ ഒരു ദൈവമുണ്ട്, ഒരിക്കലും അസ്തമിക്കാത്തൊരു സൂര്യനുണ്ട്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇനി നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. സഹോദര, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. ഈ പ്രകാശം അസ്തമിച്ച് പോകുകയില്ലെന്നാണ് പറയുന്നത്. നിനക്ക് പ്രകാശം തരുവാൻ നീതി സൂര്യനായ ക്രിസ്തു ഇതാ നിത്യസൂര്യനായി നിൽക്കുകയാണ്. അവനിനി അസ്തമിക്കുകയില്ല. ചന്ദ്രനിനി നിനക്ക് വെളിച്ചം തരാതിരിക്കുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. പ്രിയപ്പെട്ട സഹോദര, ജീവനുള്ള ക്രിസ്തു നിന്റെ നിത്യപ്രകാശമായിരിക്കും. എവർലാസ്റ്റിംഗ് ലൈറ്റ്, ഒരിക്കലും അസ്തമിക്കാത്ത ഒരു നീതി സൂര്യൻ ഇതാ നിത്യപ്രകാശമായി എന്ന് നിനക്ക് ശോഭിക്കുന്ന, എന്ന് നിന്റെ മുൻപിൽ വഴികാട്ടിയായി നിൽക്കുന്ന ഒരു സത്യപ്രകാശമുണ്ട്, ഒരു നിത്യപ്രകാശമുണ്ട്. അതാണ് നീതി സൂര്യനായ ക്രിസ്തു. നിങ്ങൾ ആ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുക പ്രിയപ്പെട്ടവരെ. ആ ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുക. നീതി സൂര്യനായ, ഒരിക്കലും അസ്തമിക്കാത്തവനായ, നിത്യപ്രകാശമായ, ഇരുട്ടൊട്ടുമില്ലാത്തവനായ ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുക. ക്രിസ്തുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുക. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ നാഥനും നിങ്ങളുടെ രക്ഷിതാവുമായി സ്വീകരിക്കുക. നിങ്ങളുടെ സൂര്യനെ അസ്തമിക്കുകയില്ല. യഹോവ നിത്യപ്രകാശമായിരിക്കും. യഹോവ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. സഹോദര, നിന്റെ ദുഃഖകാലം തീർന്നു പോകും എന്നാണ് പറയുന്നത്. നിന്റെ ദുഃഖകാലമെല്ലാം അവസാനിക്കും. നിന്റെ ദുഃഖകാലമെല്ലാം തീർത്ത് കളയും. ഇനി നിനക്ക് സന്തോഷകാലങ്ങൾ ജീവനുള്ള ദൈവം നിനക്ക് തരുമെന്നാണ് പറയുന്നത്. നിന്റെ ദുഃഖകാലം തീർന്നു പോകുമെന്ന്. ദുഃഖിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? വിലപിച്ചുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതം അവസാനിച്ചല്ലോ, എൻ്റെ ഭാവി തീർന്നല്ലോ, ഇനി എനിക്കൊരു നല്ല ഭാവിയില്ലല്ലോ, ഇനി എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം വരികയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിന്റെ ദുഃഖകാലം തീർന്നു പോകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കല്ലല്ലോ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനമല്ലേ. ഈ വചനത്തിന് മാറ്റമില്ലല്ലോ. ഈ വചനം നിങ്ങളൊന്ന് വിശ്വസിക്കുമോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും അസ്തമിക്കാത്ത നീതി സൂര്യനായ ക്രിസ്തു നിങ്ങളോട് പറയുകയാണ്, നിന്റെ ദുഃഖകാലം തീർന്നു പോകുമെന്ന്. സഹോദര, നിനക്കെന്നെ സന്തോഷത്തിൻ്റെ കാലങ്ങൾ നിന്റെ മുമ്പിൽ ദൈവം നിനക്ക് ഇതാ വിരിച്ചു തരികയാണ്. സന്തോഷത്തിൻ്റെ കാലങ്ങൾ. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ നശിച്ചവർക്ക് പ്രതീക്ഷ തരുന്നവനാണ് ക്രിസ്തു. ഞാൻ ദൈവവചനത്തിൽ നിന്ന് പ്രതീക്ഷ നശിച്ച അനേകർക്ക് ക്രിസ്തു പ്രതീക്ഷ നൽകി, പ്രത്യാശ നൽകി, നല്ല ഭാവി നൽകി, നല്ല സമാധാന കാലങ്ങൾ നൽകിയത് നാം അനേകരുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചതാണ്. ഇന്ന് പഴയ നിയമത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പ്രതീക്ഷയെല്ലാം നശിച്ചു പോയിരുന്നു. അത് മറ്റാരുമല്ല, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ഭാര്യ സാറയാണ്. നമുക്കറിയാം, അബ്രഹാമിൻ്റെ 75-ാമത്തെ വയസ്സിലാണ് ജീവനുള്ള ദൈവത്തിൻ്റെ വിളി അബ്രഹാമിന് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ട്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവനുള്ള ദൈവത്തിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഒരു വിശ്വാസ വീരനായിരുന്നു അബ്രഹാം. വിശ്വാസികളുടെ പിതാവായിരുന്നു അബ്രഹാം. പ്രിയപ്പെട്ടവരെ, എന്തൊരു വിശ്വാസമായിരുന്നു! കൽദേരുടെ പട്ടണമായ ഊരിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, വിഗ്രഹങ്ങളെ വിറ്റ് ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വിഗ്രഹാരാധിയായിരുന്ന ഒരു മനുഷ്യന് ദൈവശബ്ദം കേൾക്കുകയാണ്. നീ നിന്റെ പിതൃഭവനത്തെയും നിന്റെ പിതൃദേശത്തെയും എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ദൈവശബ്ദം കേട്ട്, ദൈവശബ്ദം വിശ്വസിച്ച്, ദൈവശബ്ദം അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ട വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ദൈവം അബ്രഹാമിന് അനേക വാഗ്ദത്തങ്ങൾ നൽകി. അനേക അനുഗ്രഹങ്ങൾ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ. എന്നാൽ കാലങ്ങൾ അതിവേഗം മുമ്പോട്ട് പോയി. അബ്രഹാമിന് വയസ്സ് 99 ഭാര്യ സാറായിയുടെ വയസ്സ് ഏതാണ്ട് 89 വയസ്സായി. പക്ഷേ ദൈവം കൊടുത്തതായ ചില വാഗ്ദത്തങ്ങൾ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല, അവരുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. അവരുടെ ജീവിതം ഇത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നല്ല പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ മുമ്പോട്ട് പോവുകയാണ്. എങ്കിലും കാലങ്ങൾ 25 വർഷം കഴിഞ്ഞു. ദൈവം പറഞ്ഞതായ വാഗ്ദത്തം ഇതുവരെയും ജീവിതത്തിൽ നിറവേറിയിട്ടില്ല. അതിൽ വാസ്തവത്തിൽ അവരുടെ ഹൃദയം നിരാശപ്പെട്ടിരിക്കുകയാണോ?
അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ സാറയുടെ ഹൃദയം വാടിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 10, 11, 12 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെ എന്താണ് സാറ പറയുന്നത്? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ കൂടെ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ ഇറങ്ങി വരുമായിരുന്നു. ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ ചിലപ്പോഴെല്ലാം ഓർമ്മിപ്പിക്കുമായിരുന്നു. ഇപ്പോഴിതാ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, ഞാൻ നിന്റെ അടുക്കൽ വീണ്ടും മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് ജീവനുള്ള ദൈവം അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് കടന്നു വന്ന് അബ്രഹാമിന് വീണ്ടും ദൈവം കൊടുത്ത വാഗ്ദത്തം, 25 വർഷം മുമ്പ് കൊടുത്തതായ വാഗ്ദത്തം വീണ്ടും അബ്രഹാമിനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നമ്മുടെയും ജീവിതത്തിൽ ചില വാഗ്ദത്തങ്ങളെല്ലാം തന്നിട്ടില്ലേ? സഹോദര, നിന്റെ ജീവിതത്തിൽ നീ മാനസാന്തരപ്പെട്ടപ്പോൾ, നീ വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ, നിന്റെ ജീവിതം ക്രിസ്തുവിനുമായിട്ട് നീ സമർപ്പിച്ചപ്പോൾ, നിന്റെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ നിനക്ക് ജീവനുള്ള ദൈവം ചില സ്വർഗീയ വാഗ്ദത്തങ്ങളെല്ലാം തന്നത് നിനക്ക് ഓർമ്മയില്ലേ? നീ അതെല്ലാം മറന്നുപോയോ? അതെല്ലാം നീ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, ജീവനുള്ള ദൈവം നമുക്ക് എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും മറന്നു കളയുന്നവനല്ല. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ദൈവം എനിക്ക് എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ് തന്നത്, എന്നാൽ അതിൽ പലതും നിറവേറിയിട്ടില്ലല്ലോ. സഹോദര, ദൈവം അതൊന്നും മറന്നു പോകുന്നവനല്ല. പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് ജീവനുള്ള ദൈവം എന്തെങ്കിലും നിനക്ക് വ്യക്തിപരമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ സ്വർഗം അതെല്ലാം കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് നിറവേറ്റുവാൻ സ്വർഗം ബന്ധപ്പെടുകയാണ്. നീ വിശ്വാസത്തോടെ അവൻ്റെ മുഖത്തുനിന്ന് കണ്ണുപറിക്കാതെ, നിനക്ക് വാഗ്ദത്തം തന്ന ജീവനുള്ള ക്രിസ്തുവിൻ്റെ മുഖത്തു നിന്ന് കണ്ണുപറിക്കാതെ നീ അവനിൽ വിശ്വാസം അർപ്പിച്ചുകൊള്ളുക. കാരണം ദൈവം വിശ്വസ്തനാണ്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം അബ്രഹാമിനെ മറന്നുപോയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം അബ്രഹാമിനെ വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ വേണ്ടി ദൈവം ചില സാഹചര്യങ്ങൾ കൂടി അബ്രഹാമിനെ നടത്തുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിളിച്ചിറക്കിയിട്ട്, നമ്മെ വീണ്ടെടുത്തിട്ട്, നമുക്കൊരു മാനസാന്തരം തന്നിട്ട് നമ്മെ തള്ളിക്കളയുന്നവനല്ല ഈ ദൈവം. നമ്മെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല ഈ ദൈവം. നമ്മെ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല ദൈവം. നിങ്ങളിലൊരു നല്ല വേല ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ ഈ ദൈവം ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. എന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. എനിക്കൊരു മാനസാന്തരം തന്ന ദൈവം, അവൻ വിശ്വസ്തനാണ്. ആ ദൈവം വാക്ക് മാറാത്തവനാണ്. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അബ്രഹാമിനെ ദൈവം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ഒരാണ്ട് കഴിഞ്ഞ് വീണ്ടും നിന്റെ അടുക്കൽ വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായി തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. അടുത്ത വാക്യം എന്താണ്? സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം അബ്രഹാമിനോട് പറയുന്നത്, കൂടാരവാതിലിന്റെ പിന്നിൽ നിന്ന് സാറ ഈ വാക്ക് കേൾക്കുകയാണ്. ഈ വാക്ക് 15-25 വർഷം മുമ്പ് ദൈവം തന്നതായിരുന്നു. പക്ഷെ അത് ഇതുവരെയും നിറവേറിയിട്ടില്ല. ആ വാഗ്ദത്തം മുമ്പിലിങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ അനുഭവമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, സാറ പിന്നിൽ നിന്ന്, കൂടാരവാതിലിന്റെ പിന്നിൽ നിന്ന് കേൾക്കുകയാണ്. പിന്നെ എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് എന്ന വൃദ്ധരായിരുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമും സാറയും വയസ്സ് എന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായിക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എന്താണ്? ദൈവവചനത്തിലുള്ളതായ അവിശ്വാസമാണത്. ദൈവിക വാഗ്ദത്തിലുള്ളതായ ഒരു അവിശ്വാസം സാറായുടെ ഹൃദയത്തിൽ വരികയാണ്. കാരണം എന്താ? സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. ഇനിയൊരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് അസാധ്യമാണ്, തികച്ചും അസാധ്യമാണ്. കാരണം അവർ രണ്ടുപേരും, അബ്രഹാമും സാറയും വയസ്സ് എന്ന് വൃദ്ധരായിരുന്നു. അബ്രഹാമിന് പ്രായം 99, സാറായ്ക്ക് പ്രായം 89. ഒരു കുഞ്ഞുണ്ടാകുവാനുള്ള മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാനുള്ള ഇതെല്ലാം അടഞ്ഞു പോയിരിക്കുകയാണ്. സാറായ്ക്ക് സ്ത്രീകൾക്കുള്ള പതിവ് നിന്നു പോയിരിക്കുകയാണ്. ഇനിയൊരു കുഞ്ഞുണ്ടാവുക തികച്ചും അസാധ്യമാണ്. പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കുകയാണ് സാറ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് നോക്കി നിരാശപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എല്ലാം പ്രതികൂലമാണ്. ഗോത്രപിതാവായ യാക്കോബ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, സകലവും എനിക്ക് പ്രതികൂലമെന്ന്. എല്ലാം പ്രതികൂലമാണ്. മക്കൾ പ്രതികൂലമാണ്, ആരോഗ്യം പ്രതികൂലമാണ്, സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, സാമ്പത്തിക സ്ഥിതി പ്രതികൂലമാണ്, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. സകലവും എനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? യാക്കോബ് പറഞ്ഞു, സകലവും എനിക്ക് പ്രതികൂലമെന്ന്.
പ്രിയപ്പെട്ടവരെ, നിരാശപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ സാറ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കുകയാണ്. എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അബ്രഹാമിൻ്റെ ആ കൂടാരവാതുക്കൽ വന്ന് ജീവനുള്ള ദൈവം പറയുകയാണ്, അബ്രഹാമേ, ഒരു ആണ്ട് കഴിയുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ വരും, അപ്പോൾ നിൻ്റെ ഭാര്യ സാറായി തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. ദൈവം ഉറപ്പിച്ചു കൊടുക്കുകയാണ് അവൻ്റെ വാഗ്ദത്തം. പ്രിയപ്പെട്ടവരെ, നിരാശപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? സഹോദര, നീ പ്രതികൂല സാഹചര്യങ്ങളിലേക്കല്ല നോക്കേണ്ടത്. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നീ നോക്കുക. നീ സാഹചര്യങ്ങളിലേക്ക് നോക്കരുത്, നീ ക്രൂശിലേക്ക് നോക്കുക. ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. അവൻ നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കുവാൻ അവൻ ശക്തനാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതലുള്ളതായ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു ഹബക്കൂക്ക്. പക്ഷേ ഹബക്കൂക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ എല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങളാണ്. എവിടെ തൊട്ടാലും പ്രതികൂലമാണ്. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാണ്. അനുകൂലമായിട്ട് ആരുമില്ല, അനുകൂലമായിട്ട് ഒന്നുമില്ല. പ്രിയപ്പെട്ട ദൈവവേദലേ, എല്ലാം പ്രതികൂല സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ കൂടെ നീ കടന്നു പോവുകയാണോ? ആരും ഒരു ഒത്താശ തരുവാനില്ല, ആരും ഒരു നല്ല വാക്ക് പറയാനില്ല, ആരും ഒരു സ്നേഹത്തിൻ്റെ വാക്ക് പറയാനില്ല, ആരും ഒരു കൈത്താങ്ങൾ തരുവാനില്ല, ഒരു വിശേഷം ചോദിക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല. നിരാശയോടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? സഹോദര, നിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നെ സഹായിക്കാൻ യേശു കടന്നു വരുന്നവനാണ്. യേശു നിന്നെ സഹായിക്കുന്നവനാണ്. ആരും നിനക്കില്ലെങ്കിലും നിനക്ക് യേശുണ്ട് മകനെ, യേശുണ്ട് മകളെ, നിനക്ക് യേശുണ്ട്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ നിന്റെ രക്ഷകനാണ്. അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ നിന്റെ നാഥനാണ്. അവൻ നിന്റെ അരുമ മണവാളനാണ്. അവനെ നീ വിളിക്കൂ, അവനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കൂ, അവന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കൂ. പ്രതികൂല സാഹചര്യങ്ങളിൽ നിനക്ക് അനുകൂലമാക്കി തരുവാൻ യേശു നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതലുള്ളതായ ചില വാക്യം വായിക്കാം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവുമരത്തിന് പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിനും കൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഹബക്കൂക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ എല്ലാം പ്രതികൂലമാണ്. 17-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? എല്ലാം പ്രതികൂലം. അത്തിവൃക്ഷം തളിർക്കയില്ല, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകിയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ അനുഭവം. എവിടെ ചെന്ന് തൊട്ടാലും അവിടെ എല്ലാം പ്രതിസന്ധികളാണ്, എല്ലാം പ്രതികൂലമാണ്. ജീവിക്കാൻ പറ്റുന്നില്ല, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. എവിടെ തൊട്ടാലും പ്രശ്നങ്ങൾ, എവിടെയും പ്രതിസന്ധികൾ, എവിടെയും പ്രതികൂലങ്ങൾ. പക്ഷെ പ്രവാചകൻ എന്ത് ചെയ്തു? പ്രവാചകൻ തളർന്നു പോയോ? പ്രവാചകൻ നിരാശപ്പെട്ടു പോയോ? പ്രവാചകൻ ദൈവവഴി വിട്ടിട്ട് പോയോ? പ്രവാചകൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോയോ? ഇല്ല പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ നിരാശപ്പെട്ടില്ല. പ്രവാചകൻ എന്താണ് പറയുന്നത്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ ധൈര്യം അതാണ്. എങ്കിലും ഞാൻ യഹോവയിൽ ആശ്രയിക്കും, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എനിക്കൊരു ദൈവമുണ്ട്. എല്ലാം പ്രതികൂലമാണ്, ആരും എനിക്ക് അനുകൂലമില്ല, എങ്കിലും എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്കൊരു ഉടയവനുണ്ട്. ഞാൻ അവനിൽ സന്തോഷിക്കും. അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി രക്തം ചിന്തിയിരിക്കുന്നു. അവൻ്റെ രക്തം കൊടുത്ത് അവൻ എന്നെ വിലക്ക് മേടിച്ചിരിക്കുന്നു. അവൻ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. അവൻ എന്നെ നിത്യനരകം ഒഴിവാക്കിയിരിക്കുന്നു. അവൻ എന്നെ നിത്യ ന്യായവിധി ഒഴിവാക്കിയിരിക്കുന്നു. അവൻ എന്നെ നിത്യജീവൻ്റെ അവകാശിയാക്കി തീർത്തിരിക്കുന്നു. അവൻ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു. അവൻ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം അവൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു. അവൻ എൻ്റെ ശാപങ്ങളെല്ലാം മുറിച്ചു തന്നിരിക്കുന്നു. ഞാൻ ഇന്നൊരു സമാധാനം അനുഭവിക്കുന്നു. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പ്രിയപ്പെട്ട സഹോദര, നിനക്ക് നിങ്ങൾ പറയാൻ കഴിയുമോ? ഇതെല്ലാം പ്രതികൂലമാണെങ്കിലും എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. അതാണ് എൻ്റെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ അനുഭവം ഇതാണ്. പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടോ? സഹോദര, നീ നിരാശപ്പെടേണ്ട. ഈ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നിനക്കൊരു ഉടയവനുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്, നിനക്കൊരു നാഥനുണ്ട്. നീ അനാഥനല്ല. സഹോദര, നീ വിശ്വസിക്കൂ, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് നോക്കി കരയുന്നവരോട് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19, 20, 21 വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19, 20, 21 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട,
ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്നാണ് ദൈവം പറയുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ജീവനുള്ള ദൈവം മകനെ നിന്നോട് പറയുകയാണ്, മകനെ നീ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. കാരണം എന്താണ്? നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. മകനെ നീ കരയുമ്പോൾ നിന്റെ അരികത്ത് ഓടി വന്നിരുന്ന് നിന്റെ കണ്ണുനീരൊപ്പാൻ ഒരു യേശു ജീവിക്കുന്നുണ്ട്. കരയുന്നവരോട് കൂടെ ചേർന്നിരുന്ന് കരയുന്ന ഒരു ജീവനുള്ള ക്രിസ്തു ഉണ്ട്. മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും ഭവനത്തിലെ അത്യാഹിതത്തിന്റെ സമയത്ത് അവരോട് ചേർന്നിരുന്ന് അവരുടെ സങ്കടത്തിൽ പങ്കുചേർന്ന് അവരോട് കൂടെ കരഞ്ഞവനായ ഒരു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് മകനെ നീ ഇനി കരയേണ്ട. നിന്റെ കരച്ചിലിന്റെ ശബ്ദത്തെങ്കിൽ നിശ്ചയമായിട്ട് അവന് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. സഹോദര, നിന്റെ കണ്ണുനീർ കാണുമ്പോൾ, നിന്റെ കരച്ച് കേൾക്കുമ്പോൾ തന്നെ ഉത്തരം തരുന്നവനായ ഒരു ക്രിസ്തു ഉണ്ട്. നിനക്ക് അവനെ ഒന്ന് സ്വീകരിക്കാമോ? അവനെ നിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കൈക്കൊള്ളാമോ? അവനെ നിനക്ക് ഇപ്പോൾ ഒന്ന് വിളിക്കാമോ? യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ. ഞാൻ കരഞ്ഞു കരഞ്ഞു വലഞ്ഞൊരു മനുഷ്യനാണ് കർത്താവേ. എൻ്റെ കണ്ണുനീർ ഇതുവരെയും തോർന്നിട്ടില്ല. അനേക പ്രതിസന്ധികൾ, അനേക പ്രശ്നങ്ങൾ കർത്താവേ, അനേക ദുർഘടങ്ങൾ കൂടി ഞാൻ കടന്നു പോവുകയാണ്. എൻ്റെ കണ്ണുനീരൊന്ന് തുടച്ചു തരണമേ. പ്രിയപ്പെട്ട സഹോദര, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാനാണ് യേശു കാൽവറിയിൽ കടന്ന് കരഞ്ഞത്. എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് ഉള്ളത്തിൽ കരഞ്ഞുകൊണ്ട് നിന്റെ കണ്ണുനീരൊപ്പുവാനാണ് അവൻ കരഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം എന്താണ്? കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കഷ്ടതയിൽ കൂടെ കടന്നു പോവുകയായിരിക്കാം. ഇന്ന് നിങ്ങൾ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയായിരിക്കാം. എന്നാൽ കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും കണ്ണുനീരിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. ഇനി നിന്റെ ഉപദേഷ്ടാവും മറഞ്ഞിരിക്കുകയില്ല. മകനെ, നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ആരാണ് പ്രിയപ്പെട്ട ഒരു ഉപദേഷ്ടാവ്? ജീവനുള്ള ക്രിസ്തു. അവൻ നിനക്ക് മറഞ്ഞിരിക്കുന്നവനല്ല. ഈ സൂര്യൻ അസ്തമിച്ചു പോവുകയില്ല. നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ പ്രത്യാശയോടെ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുമോ? ഈ ദൈവം വലിയവനാണ് പ്രിയപ്പെട്ടവരെ. ഈ ദൈവം സർവശക്തനാണ്. നിങ്ങളുടെ പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ ഈ ദൈവം വലിയവനാണ്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 6 വാക്യം നമുക്കൊന്ന് വായിച്ചാൽ, 6-7 വാക്യങ്ങൾ. സാറ കരഞ്ഞുകൊണ്ടിരുന്നു, നിരാശപ്പെട്ടിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് നോക്കി ഇനി ഒരിക്കലും എനിക്ക് കുഞ്ഞുണ്ടാകുകയില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന സാറായുടെ അനുഭവം എന്താണ്? ജീവനുള്ള ദൈവം അവളോട് എന്താണ് പറയുന്നത്? ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറാ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിരാശ കൊണ്ട് ഹൃദയത്തിൽ ചിരിച്ചവളായ സാറ ഇപ്പോൾ പറയുകയാണ്, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കിയെന്ന്. പ്രിയപ്പെട്ടവരെ, പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരുന്നൊരു ദൈവമുണ്ട്. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും. എന്താണ് കാരണം? സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു? പ്രിയപ്പെട്ടവർ, ഒരു സാധ്യതയുമില്ലായിരുന്നു. സാറ മക്കൾക്ക് മുല കൂട്ടുമെന്ന് അതിനുള്ളതായ ഒരു സാധ്യതയുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു? പ്രിയപ്പെട്ടവരെ, സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആര് പറയുമായിരുന്നു? അതിന് ഒരു സാധ്യതയും ഉണ്ടായിരുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവന്റെ വാർദ്ധക്യത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സാറായുടെ ജീവിതത്തിൽ ചിരി കൊടുത്തവനായ ഒരു ദൈവമുണ്ട്. എന്താ കാരണം? എബ്രായ ലേഖനം 11 അധ്യായം 11-12 വാക്യം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ആദ്യം സാറായുടെ ജീവിതത്തിൽ നിരാശയും ഒരു മടുപ്പും വന്നുവെങ്കിലും സാറായുടെ ഉള്ളിൽ അബ്രഹാമിൻ്റെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ കൂടെ ചേർന്ന് നിന്ന് അബ്രഹാമിൻ്റെ വിശ്വാസം സാറായിലേക്കും പകർന്നു കിട്ടിയിരുന്നു. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 11 അധ്യായം 11 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി എന്നാണ് നാം വായിക്കുന്നത്. സാറായുടെ ഉള്ളിൽ വിശ്വാസം കിട്ടി. ഈ ദൈവം എന്നോട് പറഞ്ഞതാണെങ്കിൽ എനിക്കത് സാധിപ്പിച്ചു തരും. 25 വർഷം കഴിഞ്ഞുവെങ്കിലും ഈ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രായം കഴിഞ്ഞിട്ടും എല്ലാം പ്രതികൂലമാണ്, ഇനിയൊരു സാധ്യതയുമില്ല. എങ്കിലും വിശ്വസിച്ചപ്പോൾ പുത്രോത്പാദനത്തിനുള്ളതായ ശക്തി ജീവനുള്ള ദൈവം സാറായിക്ക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം വലിയവനല്ലേ? അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഈ ദൈവം വലിയവനാണ്. ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ഈ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ മാറ്റി അനുകൂലമാക്കി തരുവാൻ ഈ ദൈവം ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായം
27 വാക്യം. ഈ ജീവനുള്ള ദൈവം സാറായ്ക്ക് ചിരി കൊടുത്തു. സാറായെക്കുറിച്ച് കേൾക്കുന്നവരെല്ലാം ചിരിക്കുമെന്നാണ് നാം വായിക്കുന്നത്. യിരെമ്യാ പ്രവാചന പുസ്തകം 32 27 വാക്യം. ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രിയപ്പെട്ടവർ, ജീവനുള്ള ദൈവം ചോദിക്കുകയാണ്, മകനെ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നീ ഈ ജീവനുള്ള ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. ദൈവം നിന്നോട് ചോദിക്കുകയാണ്, മകനെ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നിന്റെ പ്രതിസന്ധി എന്താണ്? നിന്റെ പ്രതികൂലം എന്താണ്? നീ ഏത് കാര്യത്തിലാണ് നിരാശപ്പെട്ടിരിക്കുന്നത്? നീ ഏത് അനർത്ഥത്തിലാണ് പെട്ടിരിക്കുന്നത്? എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഈ ഭൂമിയിൽ ഒരു മനുഷ്യനല്ല ചോദിക്കുന്നത്, ജീവനുള്ള ക്രിസ്തു നിന്നോട് ചോദിക്കുകയാണ്, മകനെ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷേ ജീവനുള്ള ദൈവത്തിന് സകലവും സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവാണ് നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ പ്രതിസന്ധി എന്താണ്? നിങ്ങളുടെ പ്രശ്നം എന്താണ്? മകനെ, നീ വാടിയിരിക്കുന്ന ഏത് കാര്യത്തിലാണ്? നീ നിരാശപ്പെട്ടിരിക്കുന്ന ഏത് കാര്യത്തിലാണ്? നിന്റെ ഭാര വിഷയം എന്താണ്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. മകനെ, നിന്റെ ഹൃദയം ഇപ്പോൾ യേശുവിന് വേണ്ടി നീ തുറന്നു കൊടുക്കുമോ? സാറായ്ക്ക് ചിരി കൊടുത്തൊരു ദൈവമുണ്ട്. നിനക്ക് നല്ല ഭാവി തരാൻ ഈ യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. നീ യേശുവിനെ സ്വീകരിച്ചാൽ മതി. യേശുവിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിച്ചാൽ മതി. പാപത്തോടൊന്ന് യാത്ര പറയാമോ? ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉടയവനും നിന്റെ രക്ഷകനും നിന്റെ വീണ്ടെടുപ്പുകാരനും നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനുമായ യേശു നിന്റെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. മകനെ, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ രക്ഷിക്കാം, ഞാൻ നിന്റെ മുഖത്തെ നിന്ന മാറ്റിത്തരാം, ഞാൻ നിനക്ക് ചിരി തരാം, ഞാൻ നിനക്ക് നല്ല ഭാവി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ വന്ന് മുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ആരെല്ലാം ഹൃദയം തുറക്കുന്നുണ്ട്, യേശുവിനെ ആരെല്ലാം വിളിക്കുന്നുണ്ട്, യേശുവിനെ രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആരെല്ലാം സ്വീകരിക്കുന്നുണ്ട്, യേശു നിങ്ങളെ വിളിക്കുകയാണ്, യേശു നിങ്ങളെ സ്നേഹിക്കുകയാണ്, യേശു നിങ്ങളെ അനുഗ്രഹിക്കാൻ കൊതിക്കുകയാണ്. പ്രിയപ്പെട്ട യൗവനക്കാരാ, നീ എന്തിനു നശിക്കണം? നിന്റെ ഭാവി എന്തിനു നശിപ്പിക്കണം? നീ യേശുവിനെ വിളിക്കൂ, നീ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കൂ, യേശുവിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കൂ, അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കൂ, നിത്യജീവന്റെ അവകാശിയായി തീരൂ. നമ്മുടെ ജീവിതം നമുക്ക് കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന സ്വർഗീയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇനിയും ചിരി തരാമെന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ കണ്ണുനീര് അവിടുന്ന് തുടയ്ക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തുതിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ വലിയ നാമത്തിൽ അടിയങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമീൻ.